നമ്മുടെ സ്വിഗ്ഗിൻ്റെ ഇൻ്റർഫേസ് ഇങ്ങനെയാണ്. ആപ്പിൻ്റെ സെർച്ചിങ് ഫോർ ഓർഡേഴ്സ്. ഇതിൽ ഇത് നിൽക്ക് കഴിയുമ്പോൾ ഇവിടെ അടുത്തുള്ള ഹോട്ടൽ ഏതൊക്കെയെന്ന് കാണാൻ പറ്റും. അപ്പം നമ്മളിവിടെ നിൽക്കണം. ഇവിടെ അടുത്ത് ഇത്രയും ഹോട്ടൽ ഉണ്ടെന്നാണ് ഇതിലിപ്പോൾ കാണിക്കുന്നത്. സിഗ്നലാണ് ആ കാണുന്ന സിഗ്നൽ കഴിഞ്ഞിട്ടുള്ള ആ ഹോട്ടലാണ് നമ്മുടെ തൂണിലെ ആദ്യത്തെ ഹോട്ടൽ. ഇപ്പൊ അവിടെ ആരെങ്കിലും ഓർഡർ ചെയ്യണമെങ്കിൽ ഇല്ല, അതായിരിക്കും ആദ്യം വരുന്നത്. ആരെങ്കിലും ഓർഡർ ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യാം. രണ്ടാമത്തെ നമ്മുടെ ഹോട്ടൽ ഇതാണ്. ഇവിടെ വല്ല ഓർഡറും വന്നിട്ടുണ്ടാകുന്നത് അന്വേഷിക്കാം. ഡെലിവറി അഡ്രസ്സും പിന്നെ നമുക്ക് ഓർഡർ എടുക്കാം. നമ്മൾ ഹോട്ടലിലെടുത്ത് എത്താറായിട്ടുണ്ട്. ഇപ്പം റീച്ച് പിക്കപ്പ് റീച്ച് ആകുന്നുണ്ട്. ഇപ്പം എന്താ ഐറ്റം ഇവിടെ കാണിക്കും. ചിക്കൻ 65, ചിക്കൻ ഫ്രൈഡ് റൈസ്. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ നിന്ന് പിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാങ്കിൻ്റെ ഉള്ളിലാക്കിയിട്ടുണ്ട്. നമുക്ക് കസ്റ്റമറുടെ ഡെലിവറി അഡ്രസ്സിലോട്ട് പോകാം. നമ്മൾ ഇത്രയും നേരം മെസ്മാൻ്റെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നത്. എന്നിട്ട് നമുക്ക് അത്രയും നേരമായിട്ട് ഓർഡർ തന്നില്ല. നമ്മൾ അവിടുന്ന് നാസിൻ്റെ ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് തിരിച്ച് മെസ്മാനിലോട്ട് തന്നെ ഓർഡർ കിട്ടിയത്. നമ്മളിപ്പോൾ ആ ഓർഡർ എടുത്തുകൊണ്ടാണ് പോണത്. ഇതിവിടെ അടുത്ത് തന്നെയാണ് ഡെലിവറി ചെയ്യേണ്ടത്. നമുക്കപ്പോൾ ഡെലിവറി എടുത്തിട്ട് പോകാം. കസ്റ്റമറിൻ്റെ ഇതിൽ നിന്ന് വിളിച്ചു നോക്കാം. നീഡ് ഡയറക്ഷൻ. നമ്മളപ്പോൾ കസ്റ്റമറിനെ വിളിച്ച് ഫുഡ് ഡെലിവറി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡെലിവറി കംപ്ലീറ്റ് കൊടുക്കാം. കൺഫേം കൊടുത്തിട്ട് കസ്റ്റമറിന് സ്റ്റാർ റേറ്റിംഗ് കൊടുക്കാം. സബ്മിറ്റും ചെയ്യും. ഇപ്പോൾ ഇറ്റ്സ് റെയിനിങ് ഇന്നടുത്ത് കൊണ്ടുവന്ന് ഇവിടെ എഴുതിയേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഈ ടൈമിൽ ഇനി ഇപ്പം എടുക്കാൻ പോകുന്ന ഓർഡറിന് 20 രൂപ എക്സ്ട്രാ വെച്ച് തരും, മഴയായതുകൊണ്ട്. ഇപ്പം ഈ മഴയത് ഓടിക്കഴിഞ്ഞ് 20 രൂപ കൂടുതൽ, ഇപ്പം കിട്ടുന്നതിന് പുറമെ 20 രൂപ കൂടുതൽ തരും. വെയിറ്റിംഗ് ടൈം വെയിറ്റിംഗ് 8:20 നമ്മൾ പിക്ക് ചെയ്തു. 8:11 9 മിനിറ്റ് വെയിറ്റ്. ഓക്കെ, ഇതുവരെ ഓർഡറൊന്നും വന്നിട്ടില്ല. ന്യൂസ് ബേക്കറിയിൽ നിന്ന് കുമ്പളം 96 രൂപേൻ്റെ ഓർഡർ. 96 രൂപ. 10.64 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ 96 രൂപ. കൺഫേം ഓർഡർ കൊടുത്ത് ന്യൂഷ ബേക്കറി കുണ്ടന്നൂരാണ്. നമുക്ക് പിന്നെ കുണ്ടന്നൂരോട്ട് പോകാം.
ഈ കാണുന്ന ഫ്ലാറ്റ് ഉണ്ടല്ലോ, ഈ ഫ്ലാറ്റ് നമുക്ക് ഇനി ജനുവരി 9 വരെ കാണാൻ പറ്റുള്ളൂ. അതിനുശേഷം നമുക്ക് ഈ ഫ്ലാറ്റ് കാണാൻ പറ്റൂല. കാരണം സർക്കാർ പൊളിക്കാനായിട്ട് ഉത്തരവിട്ടേക്കുന്ന ഫ്ലാറ്റുകളിലൊന്നാണ് ഈ കാണുന്നത്. നമ്മുടെ സിനിമയിലൊക്കെയുള്ള സൗത്തിനൊക്കെ താമസിക്കുന്ന ഫ്ലാറ്റാണ്. ഈ ഫ്ലാറ്റ് പൊളിക്കണമെന്ന് വെച്ചാൽ നമ്മളൊക്കെ വാർത്തകളിലൂടെ കണ്ടതായിരിക്കുമല്ലോ. മഴ പെയ്യുന്നത് ഈ ഫ്ലാറ്റാണ്, അതിലൊരു ഫ്ലാറ്റ് ക്വാളിഫൈ. നമ്മൾ ന്യൂസ് ബേക്കറിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. ഓക്കെ കസ്റ്റമർ ബുക്ക് ചെയ്തേക്കുന്നത് അൽഫാം ചിക്കൻ ഹാഫും 2 കുബൂസും ഒരു മയോണീസും. ഞാൻ കസ്റ്റമർ ബുക്ക് ചെയ്തേക്കണത്. ഞാൻ ഹോട്ടലിൽ പോയിട്ട് കളക്ട് ചെയ്യും. നമ്മുടെ ഫുഡ് കിട്ടിയിട്ടുണ്ട്. ഇനി ഫുഡ് നേരെ ബാഗിലോട്ട്. ആ ടൈം കണ്ട് നമുക്ക് ലൊക്കേഷനിലോട്ട് പോവാം. കസ്റ്റമറിൻ്റെ അഡ്രസ്സിലോട്ട് പോവാം. 276 രൂപ ക്യാഷ് കളക്ഷൻ. കസ്റ്റമറിൻ്റെ നിന്ന് ഇത്രയും രൂപ വാങ്ങിക്കണമെന്നാണ്. നേരെ മാപ്പിലോട്ട് പോവും. ഇവിടെ നിന്ന് 5.7 കിലോമീറ്റർ ഉണ്ട് കുമ്പളം. ഇവിടത്തെ കുണ്ടും കുഴി. ഫോക്കസ് മാൻ, ഫോക്കസ്. Over, you just can't breathe. Do you feel your bones start to shake? Do you feel the earthquake? നമ്മളിപ്പോൾ കുമ്പളം ടോളിൻ്റെ അടുത്തായി. ഇനി നമുക്ക് നേരെ കസ്റ്റമറിൻ്റെ അഡ്രസ്സിലോട്ട് പോകാം. ക്യാഷ് ഓൺ ഡെലിവറി ആയതുകൊണ്ട് ആ ഫുഡിൻ്റെ പൈസ 2 വട്ടം അടിക്കുന്നത്. എന്നിട്ട് ക്യാഷ് കളക്റ്റഡും കൊടുത്ത് ഡെലിവറി കംപ്ലീറ്റ് അടിക്കുക. അത് കൺഫേമും കൊടുത്തിട്ട് നമുക്ക് സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുക കസ്റ്റമറിന്. ഡെലിവറി കംപ്ലീറ്റ് ആയി. ഇതിലിപ്പോൾ നമ്മൾ കസ്റ്റമറിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പൈസ, അതായത് ആ ഫുഡിൻ്റെ പൈസയാണ് ഇവിടെ ഈ കാണിക്കുന്നത്. അത് 4551 രൂപ. ഇത് നമ്മൾ തിരിച്ച് സ്വിഗ്ഗിക്ക് അടക്കേണ്ട പൈസയാണിത്. അതിനെ അവരുടെ ബാങ്കിൽ അടയ്ക്കുക, അല്ലെങ്കിൽ നമുക്ക് UPI ചെയ്യുകയോ അല്ലെങ്കിൽ അവർ പറയുന്നൊരു കടകളുണ്ട് അവിടെ കൊടുക്കുകയും ചെയ്യുന്നതിന് നമുക്കത് അടക്കാൻ പറ്റും. ഈ പാരേസിൽ നിന്നൊരു ഫുഡ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഡെലിവറി ചെയ്യേണ്ടതുണ്ട്. ഓർഡർ വരുന്നതും ഫുഡ് പിക്ക് ചെയ്യുന്നതും ഒക്കെ എങ്ങനെയാണ് ആപ്പിൽ വരുന്നതെന്ന് ഞാൻ ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. നമുക്കപ്പോൾ ഇനി ഇത് ഡെലിവറി ചെയ്യാൻ പോവാം. ആൽഫ സെറീനാണ് കസ്റ്റമറിൻ്റെ അഡ്രസ്സ്. പൊളിക്കാൻ പോകുന്ന ഫ്ലാറ്റുകളിൽ ഒരു ഫ്ലാറ്റ്.
ഇവിടെ ഇനിയിപ്പോൾ അകത്തോട്ട് കയറ്റുമെന്ന് അറിയില്ല, നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം. ഇവിടുത്തെ സാധനങ്ങൾ കള്ളന്മാരെ അടിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ട് ഇവിടെ നല്ല പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇപ്പം പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട്, കുറേ പോലീസുകാരും ഉണ്ട് ഇവിടെ. ഇവിടുത്തെ ഫ്ലാറ്റുകാരെല്ലാം ഒഴിഞ്ഞു പോകണ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ പോലീസ് നമ്മുടെ പേരും നമ്പറൊക്കെ ബുക്കിൽ എഴുതിയിട്ടാണ് നമ്മളകത്തോട്ട് കയറ്റി വിട്ടത്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഫ്ലാറ്റിൻ്റെ അകത്ത് പണിത് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ പൊളിച്ചുകൊണ്ട് ഉടമകൾ പോകുന്ന സീനാണ്. ആ കാണുന്നതാണ് H2, അതായത് അടുത്ത പൊളിക്കാൻ പോണ ഫ്ലാറ്റ്. എല്ലാ സാധനങ്ങളും ഇവർ പാക്ക് ചെയ്യാം. നമുക്ക് എന്തായാലും അടുത്ത ഓർഡർ വന്നിട്ടുണ്ട്. സെറീൻ എന്നാണ് ഇപ്പോൾ ഇറങ്ങിയത് ഫ്ലാറ്റിൽ നിന്ന്. അപ്പോൾ അവിടെ ഇപ്പോൾ പോലീസിൻ്റെ പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ കണ്ടല്ലോ, ഇപ്പോൾ അവിടെ താമസിച്ചിരുന്നവരൊക്കെ അവരുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. മിക്കവരും സാധനങ്ങൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ അവിടെ നിന്ന് അതും കഴിഞ്ഞ് നമ്മളിപ്പോൾ പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നമുക്കിപ്പോൾ ഡെലിവറി കിട്ടിയ കസ്റ്റമറുടെ അടുത്ത് ഞാൻ ചോദിച്ചായിരുന്നു അവർക്ക് വേറെ വീടായോ എന്തായിരുന്നു. പക്ഷേ അവർക്ക് അങ്ങനെ ഒരു വീടൊന്നും ഇട്ടില്ല. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരു വാടക വീട് എടുത്തിട്ടാണ് അവർ മാറിയേക്കണമെന്നാണ് പറഞ്ഞത്. അവരുടെയൊക്കെ കാര്യം എന്തായാലും വളരെ കഷ്ടം തന്നെയാണ്. കാരണം ഇത്രയും നാൾ സ്വന്തമായിട്ട് താമസിച്ചിരുന്ന ആ വീടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട അവസ്ഥയാണ് അവർക്ക് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ അവിടെ കണ്ടതാണല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം കൂടി ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക.